السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, തഫ്സീറു ജുസ്ഉ അമ്മയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ 30-ാമത്തെ ജുസ് ആയ സൂറത്തുൻ നബ മുതൽ ആരംഭിക്കുന്ന ജുസ് ആണ് നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നബ മുതൽ സൂറത്തുൽ അല വരെ നമ്മൾ വിശദീകരണത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഗാഷിയാണ് ഇന്ന് ആരംഭിക്കേണ്ടത്. ആദ്യ ഭാഗം പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية. هل أتاك حديث الغاشية. وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. സഹോദരങ്ങളെ, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ജുമഅ നിസ്കാരത്തിൽ കേൾക്കുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ അലയും സൂറത്തുൽ ഗാഷിയയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരങ്ങളിലും ഈ രണ്ട് സൂറത്തുകൾ ഓതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സൂറത്തുകളും പരലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഭയാനകതയെ വിശദീകരിക്കുന്ന സൂറത്തുകളാണ്. അത്തരം സൂറത്തുകൾ നമുക്ക് പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി പാരായണം ചെയ്യുകയും സ്വഹാബികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് നമുക്കൊരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൂറത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവം പറയുകയാണ്. അന്നേ ദിവസം ജനങ്ങൾ രണ്ട് വിഭാഗമായി തീരുമെന്നും, ഒരു വിഭാഗം നരകക്കാരാണ്, പണിയെടുത്ത് ക്ഷീണിച്ച് എന്നാൽ അതൊന്നും അവിടെ ഉപകരിക്കാതെ നരകത്തിൽ ഘോരമായ ശിക്ഷകൾക്ക് വിധേയമായിക്കൊണ്ട് ദുരവസ്ഥയിലേക്ക് വീണുപോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ആദ്യം പറയുകയാണ്. അതാണ് നമ്മൾ ഈ കേട്ട ആയത്തുകൾ. പിന്നീട് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിച്ച ആ ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ മനോഹരമായ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, പരലോകത്തെ വിചാരണയെ നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ചിന്തിച്ചിട്ടെങ്കിലും റബ്ബിനെയും അന്ത്യദിനത്തെയും അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ഇതിൻ്റെ അവസാനത്തിലേക്ക് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആയത്ത്, അതിൽ ഗാഷിയ എന്ന പദം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഗാഷിയ എന്ന പേര് വന്നത്. എന്താണ് അൽ ഗാഷിയ എന്ന് പറയുന്നത്? അത് സഹോദരങ്ങളെ, ആ വാക്കിനർത്ഥം മൂടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളുമാണ്. ഖിയാമത്ത് നാളിൻ്റെ ധാരാളം പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഗാഷിയ എന്ന് പറയുന്നത്. ഒരുപാട് പേരുകൾ, ഖിയാമ എന്നുള്ള പേര് അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് പേരുകൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച്, അതിൻ്റെ ഭയാനകതയെക്കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
അതിൽപ്പെട്ട ഒരു പേരാണ് അൽ ഗാഷിയ എന്ന് പറയുന്നത്. മൂടുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭയാനകത എല്ലാവരെയും മൂടുന്നതായിരിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരാളുമില്ല. ആ പരലോകത്തെക്കുറിച്ചിട്ടുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഹൽ അതാക, നിനക്ക് വന്നെത്തിയോ ഹദീസുൽ ഗാഷിയ, ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചിട്ടുള്ള വർത്തമാനം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രവുമാകാം, അതല്ല മുഴുവൻ ഉമ്മത്തിനുമാകാം എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു പോലെ പറയുന്നുണ്ട്. അത് എല്ലാ ആളുകളോടും അല്ലാഹു തആല ചോദിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. അതല്ലാതെ നമ്മളത് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ടല്ല, അതെ എന്നോ അല്ല എന്നോ പറയുന്നതിന് വേണ്ടിയിട്ടല്ല. നിനക്കത് ഇനിയും വന്നെത്തിയില്ലേ, നിനക്ക് ആ കാര്യം വന്നു കിട്ടിയിട്ടുണ്ടല്ലോ എന്ന രൂപത്തിലാണ് അറിയിക്കുന്നത്. ആ പരലോകത്തെക്കുറിച്ചിട്ടുള്ള ആ ഭയാനകമായ മൂടുന്ന സംഭവത്തെക്കുറിച്ചിട്ടുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടുണ്ടല്ലോ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ പരലോകത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഭയാനകമായ സംഭവങ്ങൾ ഖുർആനിലെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, ഓ മുഅ്മിനീങ്ങൾ, ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം, തീർച്ചയായും അന്ത്യദിനത്തിന്റെ പ്രകമ്പനം അത് വമ്പിച്ച കാര്യം തന്നെയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. അന്നേ ദിവസം കാണാൻ സാധിക്കുന്നത്, ഇതാ മുലയൂട്ടുന്ന ഓരോ സ്ത്രീകളും അവർ വാത്സല്യത്തോടുകൂടി ദുനിയാവിൽ അങ്ങേയറ്റം അവർക്ക് പ്രിയമായിട്ടുള്ള ആ ചെറിയ മുലയൂട്ടുന്ന ആ കുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോകുകയാണ്. ഗർഭിണികളായ ആളുകൾ ഈ ഭയാനകത കണ്ട് അവർക്ക് അവരുടെ ഗർഭം പോലും സഹോദരങ്ങളെ അത് പോകുകയാണ്. ആളുകളൊക്കെ ലഹരി ബാധിച്ചവരെ പോലെ കാണും, എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ലഹരിയല്ല ബാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭയാനകത അവരലട്ടിയിരിക്കുകയാണ്. വലാകിന്ന അദാബുല്ലാഹി ശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായതാണെന്നൊക്കെ സൂറത്തുൽ ഹജ്ജിൻ്റെ ആരംഭത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോക സമയത്ത് നടക്കാൻ പോകുന്ന ഭയാനകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. മുഴുവൻ ആളുകളും പരലോകത്തിൻ്റെ അന്ത്യദിനത്തിൻ്റെ ഈ ഭയാനകമായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും. എല്ലാവരെയും മൂടുന്ന ആ സംഭവം, അതിനെക്കുറിച്ച് നിനക്ക് വന്നെത്തിയോ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു, വുജൂഹു യൗമഇദിൻ ഖാശിഅ, അന്നേ ദിവസം ചില മുഖങ്ങൾ അത് ഖാശിയ എന്നാണ് പറയുന്നത്. അവിടെ ഖാശിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കീഴൊതുങ്ങിയവരായിക്കൊണ്ട്, നിന്ദ്യരായിക്കൊണ്ട് അവരുടെ മുഖം മാറുമെന്നുള്ളതാണ്. ഖാശിയ എന്നുള്ള പൊതുവെ വാക്ക് ഖുശൂ, ഭയപ്പാട്, ഭക്തി എന്ന അർത്ഥമെല്ലാം വരാറുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് പല സൂറത്തുകളിലും പറഞ്ഞതുപോലെ വതറാഹും യുറലൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫീ. അല്ലാഹു തആല പറയുകയാണ്, നിന്ദ്യതയാൽ കീഴൊതുങ്ങിക്കൊണ്ട് അന്നേ ദിവസം നരകത്തിൻ്റെ മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അവർ ഒളിക്കണ്ണിട്ടുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖാശിഈന മിനദ്ദുല്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്ദ്യതയാൽ കീഴൊതുങ്ങല, ആ നിന്ദ്യതയുടെ ഭാവം അവരുടെ മുഖത്തുണ്ടാകും. വുജൂഹു യൗമഇദിൻ ഖാശിഅ, അന്നേ ദിവസം നിന്ദ്യരായിക്കൊണ്ട് അവരവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്നാണ്. ആ നിന്ദ്യരായ ആളുകൾ ആമിലത്തുൻ നാസിബ, അല്ലാഹു തആല പറയാണ്, അവർ ആമിലത്തുൻ നാസിബയാണ്, അവർ പണിയെടുത്തവരാണ്, ക്ഷീണിച്ചവരാണ് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുള്ളാഹ് രണ്ട് അഭിപ്രായങ്ങൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, സഹോദരങ്ങളെ, ആ നരകത്തിലുള്ള ഭയാനകമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ക്ഷീണിച്ചവരാണ് എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇദിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതേ, നരകത്തിൽ അവരുടെ കഴുത്തുകളിൽ വളയങ്ങളും ചങ്ങലകളുമായി അവർ വലിച്ചിഴക്കപ്പെടുന്ന സന്ദർഭമായിരിക്കും അത്. നരകത്തിൽ ഒരുപാട് ഭയാനകമായ ശിക്ഷകൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അവരെ വലിച്ച് ഇഴക്കുകയാണ്. അവരുടെ വസ്ത്രം കരിമ്പുതപ്പാണ്, അത് കത്തിയാളുന്നുണ്ട്. അങ്ങനെ നരകത്തിൽ എല്ലാ രൂപത്തിലുള്ള വേദനകളും യാതനകളുമുണ്ട്. അങ്ങനെ ക്ഷീണിച്ചുകൊണ്ടായിരിക്കും അവരുണ്ടാകുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഖബർ ശിക്ഷ അവർക്കുണ്ട്. ആ നരകമാണ് അവർക്ക് വന്നെത്താനുള്ളത് എന്ന് ഖബറിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നവരാണ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ പണിയെടുത്ത് ക്ഷീണിച്ചവരായി, ബുദ്ധിമുട്ടുള്ളവരായിട്ടായിരിക്കും പരലോകത്ത് കാഫിറുകൾ ഉണ്ടായിരിക്കുക, നരകശിക്ഷ ഏറ്റുവാങ്ങുന്നവർ ഉണ്ടായിരിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത്, അത് ദുനിയാവിൽ ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട്, അഥവാ ഷിർക്കിലും അതുപോലെ ഷിർക്കിൻ്റെ വ്യത്യസ്ത മുഖങ്ങളിലുമായി പണിയെടുത്ത ആളുകളുണ്ടാകും, മറ്റു മതസ്ഥരും മറ്റും. അതുപോലെ ഈ മതത്തിൻ്റെ ആളുകളായിട്ട് പോലും ഷിർക്കിൽ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ടാകും. അവർ ഒരുപാട്
പണിയെടുത്തിട്ട് ഇതെല്ലാം എനിക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്ന ആളുകളായിരിക്കും. ആ ദീനിനു വേണ്ടിയും മറ്റുമൊക്കെ അവർ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് നരകമാണുള്ളത്. കാരണം എത്ര ക്ഷീണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ നരകം തീരുമാനിക്കുന്നത്. മറിച്ച് ആർക്കു വേണ്ടി ക്ഷീണിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി നീ ക്ഷീണിക്കണം. നിന്റെ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയായിരിക്കണം. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നീ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും ശരി, എത്ര ബുദ്ധിമുട്ടുകൾ നീ അനുഭവിച്ചാലും ശരി, അതൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന ആളുകളായി തീരുമെന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിൽ ആദ്യത്തെ അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത്. അഥവാ ഇത് പരലോകത്ത് കാഫിറുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. കാരണം തൊട്ടു മുമ്പിലുള്ള ആയത്ത് വുജൂഹു യൗമ ഇതിൻ്റെ ഹാഷിയ, അന്നേ ദിവസം ചില മുഖങ്ങൾ അത് നിന്ദ്യതയിൽ ഭയവിഹ്വലരായി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഉടനെയാണ് പറയുന്നത് അവർ ആമിലത്തുൻ നാസിബ, ആ നരകത്തിലെ ശിക്ഷകൾ ഏറ്റുവാങ്ങി ഒരുപാട് തളർന്നിട്ട് ക്ഷീണിച്ചവരായിരിക്കും അവർ എന്ന് അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ ഈ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം അല്ല എന്ന് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, ആ നരകത്തിൽ ഒരുപാട് ശിക്ഷകളെക്കുറിച്ച് അല്ലാഹു തആല പറയാൻ, തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. തസ്ലാ നാറൻ ഹാമിയ, ആ ചൂടേറിയ നരകത്തിൽ അവർ കത്തിയെരിയുന്നതാണ് എന്നാണ് പറഞ്ഞത്. സല യസ്ല തസ്ല എന്ന് പറഞ്ഞാൽ കത്തിയെരിയുക എന്നുള്ളതാണ്. നാറൻ എന്ന് പറയുന്ന നരകത്തിന്റെ പേരാണ്. ഹാമിയ, ആ നരകം എന്ന് പറയുന്നത് ചൂടേറിയ നരകമാണ്. അവിടെ ഇന്ധനങ്ങളായിട്ട് വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ ജനങ്ങളാണ്. നരകാഗ്നിയിൽ കത്തിയെരിയുന്നത് കല്ലുകളും അതുപോലെ നരകാവകാശികളുമാണ്. അത് ചൂടേറിയ നരകമാണ്. ആ ചൂടേറിയ നരകത്തിലേക്ക് മുഴുവൻ ആളുകൾ പ്രവേശിക്കുകയും കയറുന്നവർ അതിൻ്റെ ഇന്ധനങ്ങളായി മാറുകയും കത്തിയെരിയുകയും ചെയ്യുമെന്നുള്ളതാണ്. തസ്ല നാറൻ ഹാമിയ, ആ തീയിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ എത്രയാണ്. സ്വർഗത്തിലെ ദുനിയാവിലെ തീയേക്കാളും 70 ഇരട്ടിയോളം കഠിനമായ തീയാണ് പരലോകത്തുള്ള തീ എന്നാണ്. സ്വഹാബികൾ ചോദിച്ചു, ഈ ദുനിയാവിലെ തീ തന്നെ മതിയായതാണല്ലോ, അല്ലെങ്കിൽ ദുനിയാവിലെ തീ പോലും നമ്മളിൽ ഒരാൾക്ക് ഒരു മിനിറ്റ് പോലും അത് കയ്യിൽ വെക്കാൻ സാധിക്കുകയില്ല. കൈ കത്തിയിരിഞ്ഞു പോകും, ആരും വലിച്ചു പോകും, അത്രയും വലിയ പ്രയാസമാണ്. എന്നാൽ ആ പരലോകത്തുള്ള നരകത്തിലുള്ള തീ എന്ന് പറയുന്നത് ദുനിയാവിലെ തീയേക്കാളും സഹോദരങ്ങളെ 70 ഇരട്ടിയോളം കഠിനമായ തീയാണ് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് ആ സ്ഥലത്തുള്ള മറ്റു കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, അവിടെ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദഈ, അവർക്ക് പാനീയമായി അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് മിൻ ഐനിൻ ആനിയ, തിളച്ചു മറിയുന്ന ആ ഒരു ഉറവ് ജലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തടാകത്തിൽ നിന്നുള്ള പാനീയമാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഈ പാനീയം കൊണ്ട് അവർക്കൊരു ഉപകാരവും ലഭിക്കുകയില്ല. അവർ അങ്ങേയറ്റം ദാഹിച്ചു വലഞ്ഞുകൊണ്ടാണ് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, പറയുക സത്യം നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാകുന്നു. ഫമൻ ശാഅ ഫൽയുമിൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്ന ആളുകൾ നിഷേധിച്ചു കൊള്ളട്ടെ. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികൾക്ക് നരകാഗ്നി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടാരം അവരെ വലയം ചെയ്തിട്ടുണ്ട്. ഇവ ഇയസ്തഗീസു, ആ നരകത്തിലുള്ള നരകവാസികൾ അവരിതാ ഇസ്തിഗാസ നടത്തുകയാണ്, അവർ ചോദിക്കുകയാണ്. വ ഇയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ്, അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അത് യശ്വിൽ വുജൂഹ്, അവരുടെ മുഖത്തെ കത്തിയെരിയിക്കുന്ന, മുഖത്തെ എരിച്ചു കളയുന്ന കാര്യമാണ്. അള്ളാഹു ആ വെള്ളത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഷറാബ്, എത്ര ദുഷിച്ച പാനീയമാണ് നരകത്തിലുള്ളത്. വസാഅത്ത് മുർത്തഫഖ, നരകം എന്ന് പറയുന്നത് എത്ര ദുഷിച്ച വിശ്രമ സ്ഥലമാണത്, നിങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് അവർക്ക് നൽകപ്പെടുന്ന വെള്ളം അതവർക്ക് ദാഹമകറ്റുകയില്ല എന്നു മാത്രമല്ല, അവരുടെ മുഖത്തെ കത്തിയെരിയിക്കുന്നതാണ്. ആ വെള്ളം അവർക്ക് ആവശ്യമുണ്ടാകും, അങ്ങനെ കുടിക്കാൻ വേണ്ടി അവരെത്തും. കാരണം അവർ അത്രയും ദാഹിച്ചു വലഞ്ഞിട്ടുണ്ട്. ആ ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിലേക്ക് അവർ അപേക്ഷിച്ചെത്തുന്ന സമയത്ത് മുഖത്തെ കരിച്ചു കളയുന്ന വെള്ളമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇനി അത് മുഖത്തെ കരിച്ചു കളയുന്നതാണെങ്കിൽ പോലും അവർക്ക് ദാഹം കാരണത്താൽ അവർ കുടിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് ലഭിക്കുന്നത് വസുഖൂ മാഅൻ ഹമീമൻ, ചൂടേറിയ വെള്ളം അവർ പാനം ചെയ്യുന്നതാണ്. ഫഖത്തഅ അംആഅഹും, അവരുടെ കുടലുകളെ അത് കരിച്ചു കളയുന്നതാണ്, മുറിച്ചു കളയുന്നതാണ്.
അഥവാ അവർക്ക് മുഖത്തും അവർക്ക് വേദനയേറിയ എരിച്ചു കളയുന്ന ശിക്ഷയാണ് ആ വെള്ളം കൊണ്ട് ലഭിക്കുന്നത്. അടുക്കാൻ സാധിക്കുന്നില്ല. ഇനൽപ്പം വെള്ളം അകത്തേക്ക് പോയാൽ അത് കുടലിനെ കരിച്ചു കളയുന്ന രൂപത്തിലുള്ള വെള്ളമായിരിക്കും നരകക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ശേഷം പറയുകയാണ്, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരിയ, അവർക്ക് ദരി അല്ലാതെ മറ്റൊന്നും ഭക്ഷണമായിട്ട് അവിടെ ഇല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്താണ് ദരി എന്ന് പറയുന്നത്? അതൊരു തരത്തിലുള്ള മുൾച്ചെടിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് ഇന്നും മരുഭൂമിയിൽ അതിൻ്റെ ഒരു ഇനം ഷിബ്രിഖ് എന്ന് പറയുന്ന ഒരു ഇനം ചെടിയാണത്. അത് റത്തുബായിരിക്കുന്ന സമയത്ത് അഥവാ ഉണങ്ങാത്ത സമയത്ത്, പച്ചയായിരിക്കുന്ന സമയത്ത് ഒട്ടകവും മറ്റുമൊക്കെ അത് കഴിക്കുന്നതാണ്. പക്ഷെ അത് ഉണങ്ങിയാൽ ഭൂമിയിൽ ഒട്ടകം പോലും അത് കഴിക്കുകയില്ല. കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ഉണങ്ങിയാൽ അത് വിഷമായി തീരുന്ന ഒരു തരം കള്ളിമുൾ ചെടിയാണത്. അതെങ്ങനെ തിന്നാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കള്ളിമുൾ ചെടികളായിരിക്കും അവിടെ ഭക്ഷണമായി നൽകുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ദുനിയാവിലെ ദരിയ പോലെയല്ല ആഖിറത്തിലെ ദരിയ ഉണ്ടാവുക. ദുനിയാവിലെ ദരിയ മൃഗങ്ങൾ പോലും ഭക്ഷിക്കാത്ത വിഷമുള്ള മുള്ളു ചെടികളാണ്. അത് ദുനിയാവിൽ മൃഗങ്ങൾ പോലും കഴിക്കുകയില്ല. അപ്പോൾ ആഖിറത്തിൽ അതിനേക്കാളും കടുത്ത ശിക്ഷയും കടുത്ത പ്രയാസവുമായിരിക്കും അതുകൊണ്ടുണ്ടാവുക. അള്ളാഹു പറയുന്നു, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, വിശപ്പ് കൊണ്ടാണ് അവർ ഭക്ഷണത്തിൻ്റെ അരികിലേക്ക് എത്തുന്നത്. ലാ യുസ്മിനു, ആ ഭക്ഷണം അവർക്കൊരു പോഷകമായി തീരുന്നില്ല. വലാ യുഗ്നി മിൻ ജൂ, അത് അവരുടെ വിശപ്പിനെ അകറ്റുന്നുമില്ല, മറിച്ച് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം മാത്രം നൽകുകയാണ്. ദാഹിച്ച് വലയുന്നവന് മുഖം കത്തിയെരിയുന്ന വെള്ളവും അത് പിന്നീട് കുടലിനെ കത്തിയെരിയിക്കുന്ന വെള്ളവുമായി തീരുകയാണ്. അതുപോലെ വിശന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്ന, ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അവരുടെ സഹോദരങ്ങളെ, ആ ശരീരത്തെ മുഴുവൻ മുറിച്ചു കളയാൻ പാകമായിട്ടുള്ള ആ രൂപത്തിലുള്ള മരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിൽ നിന്നുള്ള ചെടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നുള്ളതാണ്. ഇത്രയും കഠിനമായ നരകത്തിലെ ശിക്ഷകളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അന്ന് നരകവാസികൾക്ക് നൽകുമെന്ന് പറയുന്നത്, സഹോദരങ്ങൾ, ആ നരകത്തിൽ നമ്മൾ പെടാതെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരാൾക്ക് നരകമല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ സ്വർഗമല്ലെങ്കിൽ നരകം, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നരകത്തിലേക്കാണ് അവന് പ്രവേശിക്കാനുള്ളത്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ പണിയിൽ ഒരാൾ വ്യാപൃതനാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന പണിയിൽ നിന്നും ഒരാൾക്ക് വിട്ടുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ അവൻ ഓർക്കട്ടെ എന്നാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ നന്മകൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ, വാജിബായ കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു കേൾക്കണം. അള്ളാഹു അതിനാണ് ഖുർആനിൽ ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 1-2 സൂറത്തുകളിലല്ല, മറിച്ച് എല്ലാ ആളുകളും എളുപ്പം ഓതുന്ന അവസാനത്തെ ജുസ്ഇലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ എല്ലാ ആളുകളും അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ്. കാരണം ഈ സൂറത്തുകളാണ് 5 നേരത്തെ നിസ്കാരത്തിൽ സുന്നത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സൂറത്തുകളാണ്. കാരണം എന്നും ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സൂറത്തുൽ ഗാശിയ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ നിസ്കാരം തന്നെ ഒരു ഉത്ബോധനം തന്നെയാണ്. നിസ്കാരത്തിലൂടെയും ഉത്ബോധനമാണ് ലഭിക്കുന്നത്. പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് താക്കീത് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇത്രയും ആയത്തുകളിൽ, സഹോദരങ്ങളെ, 7 ആയത്തുകളിൽ അല്ലാഹു തആല നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് രണ്ടാമത്തെ ഇനം സ്വർഗക്കാർക്ക് ലഭിക്കുന്ന അവരുടെ സുഖാനുഭൂതികളെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ഓതി കേൾപ്പിച്ചതിന് ശേഷം നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാവുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, ഉജൂഹു യൗമഇദിൻ നാഇമ لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ കുറിച്ചിട്ടുള്ള മഹത്തരമായ മനോഹരമായ വിശേഷണങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ആയത്തിൽ പറയുന്നത്, വുജൂഹു യൗമഇദിൻ നാഇമ,
അന്നേ ദിവസം ചില മുഖങ്ങൾ അത് നായിമത്തായിരിക്കും, അത് സുഖാനുഭൂതികൾ കൊണ്ട് അത് തുടുത്തു മിനുത്തതായിരിക്കുമെന്നാണ് പറയുന്നത്. നഈം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് പറയുന്നതാണ്. അന്നേ ദിവസം സുഖാനുഭൂതികൾ അത് ആസ്വദിച്ചുകൊണ്ട് ചില മുഖങ്ങൾ എന്തായിരിക്കും, പ്രസന്നമുള്ള മുഖങ്ങളായി തീർന്നിരിക്കും. കാരണം അവർ സ്വർഗത്തിൻ്റെ എല്ലാ രൂപത്തിലുള്ള വിശേഷണങ്ങളും ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ അവരുടെ ഖബർ തന്നെ റൗളത്തും മിൻ റിയാദിൽ ജന്നയ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ്. ആ സ്വർഗത്തിൻ്റെ സുഗന്ധവും സ്വർഗത്തിൻ്റെ വിരിപ്പുമെല്ലാം അവർക്ക് ഖബറിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരലോകത്ത് ഹാജരാകുന്ന സമയത്ത് ആ സ്വർഗീയ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരുടെ കൽബും ശരീരവും എല്ലാം ആ ആസ്വാദനങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ തുടുത്തു മിനുത്തതായി തീരും എന്നാണ് ഈ പറയുന്നത്. അത് അവരുടെ മുഖത്ത് തെളിഞ്ഞ് കാണാനുമുണ്ട്. ഉജൂഹുൻ യൗമ ഇദിൻ നാഇമ, ചില മുഖങ്ങൾ അന്ന് തുടുത്തു മിനുത്തതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലിസഇഹാ റാദിയ, അവർ അവയുടെ പ്രയത്നത്തെപ്പറ്റി തൃപ്തിയടഞ്ഞവരുമായിരിക്കും. ദുനിയാവിൽ അവർ ഒരുപാട് സാലിഹായ അമലുകൾ ചെയ്തിട്ടാണ് അവർക്ക് ഈ ഒരു സ്ഥാനം ലഭിച്ചത് എന്നുള്ളത് അവർക്കവിടെ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ അതിനുവേണ്ടി അവർ പ്രയത്നിച്ച് പ്രയാസപ്പെട്ട് ഭൂമിയിൽ അവൻ അനുഭവിക്കുന്ന ചില നിസ്സാരമായ പ്രയാസങ്ങൾ അതെല്ലാം അനുഭവിച്ച് ആ പരലോകം അവൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്, സ്വർഗം അവൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അവിടെ ആ കരസ്ഥമാക്കുന്ന സമയത്ത് അവൻ അതിൽ തൃപ്തി അടഞ്ഞവനായിരിക്കും. ദുനിയാവിൽ എനിക്കിങ്ങനെ അമലുകൾ ചെയ്യാൻ സാധിച്ചതുകൊണ്ട് വലിയ ഹൈറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള ഓരോ അമലുകളും അതിന് ഇരട്ടിയായി പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ച് അവന് നൽകുന്ന വേളയിൽ അവൻ അതിൽ തൃപ്തിയടഞ്ഞവനായിരിക്കും. ലിസഇഹാ റാദിയ, ഭൂമിയിൽ അവൻ്റെ പ്രയത്നത്തെ പറ്റി തൃപ്തിയടഞ്ഞവനായിരിക്കും എന്ന് അല്ലാഹു തആല പറയാം. എന്നിട്ട് അവരുടെ സ്ഥാനം പറയുന്നു, ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ഈ ആളുകൾ ഉണ്ടാവുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. സ്വർഗത്തിൻ്റെ സ്ഥാനമാകട്ടെ, അതിൽ ലഭിക്കുന്ന ഓരോ സുഖാനുഭൂതികളാകട്ടെ എല്ലാം ഉന്നത നിലവാരത്തിലുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സൂറത്തു സജ്ദയിൽ പറഞ്ഞതാണ്. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിയാൻ സാധിക്കുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സുഖാനുഭൂതികൾ, ആ മറച്ചുവെച്ച കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് അല്ലാഹു തആല ഒരുക്കി വെച്ചതാണ്. നമുക്ക് എത്ര ആലോചിച്ചാലും അതിനേക്കാളൊക്കെ അപ്പുറത്താണ് സ്വർഗാനുഭൂതികൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് തന്നെ ഈ വിശേഷണങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ടാലും സഹോദരങ്ങളെ അതൊന്നും ആയിരിക്കുകയില്ല, അതിനപ്പുറത്തേക്കായിരിക്കും. നമുക്ക് എത്ര ആലോചിച്ചാൽ പോലും അതെത്ര വലിയ മനോഹരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് സുഖാനുഭൂതികളുടെ ലോകമാണ് സ്വർഗം എന്നുള്ളതാണ്. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് ജന്നാത്തുൽ ഫിർദൗസ് ഉള്ളത്. അതിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശുള്ളത് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു തആല നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്നിട്ട് ആ സ്വർഗത്തിലുള്ള നാം ഒരുപാട് കേട്ടിട്ടുള്ള വിശേഷണങ്ങൾ അല്ലാഹു തആല തുടരുകയാണ്. ഫി ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ യാതൊരു അനാവശ്യ വാക്കും കേൾക്കുകയില്ല, നിരർത്ഥകമായ വാക്കും കേൾക്കുകയില്ല. ലാഗിയ എന്ന് പറഞ്ഞാൽ ഹറാമായ വാക്ക് എന്നുള്ളതല്ല. ഹറാമായ വാക്ക് പോയിട്ട് ഒരു ബാത്തിലായ, ഒരാവശ്യമില്ലാത്ത നിരർത്ഥകമായ ഒരു വാക്കും അവിടെ കേൾക്കുകയില്ല എന്നുള്ളതാണ്. സ്വർഗത്തിലെ ആളുകൾ എപ്പോഴും അവരുടെ ശ്വാസോച്ഛ്വാസം പോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ പറയണം, അവിടെ നമ്മൾ ദുനിയാവിൽ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, ശ്വാസം കഴിക്കുന്നത് നമ്മൾ പ്രയാസപ്പെട്ടിട്ടൊന്നുമല്ല, അതങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ പരലോകത്ത് യാതൊരു പ്രയാസവുമില്ലാതെ ആളുകൾ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും തക്ബീർ ചൊല്ലിക്കൊണ്ടും. അതുപോലെ പരസ്പരം കണ്ടുമുട്ടി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ എപ്പോഴും ആളുകൾ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുക. കാരണം അവിടെ കുത്തുവാക്കുകളില്ല, പ്രയാസപ്പെടുത്തുന്ന വാക്കുകളില്ല, നിരർത്ഥകമായ വാക്കുകൾ പോലും അവിടെ ഒരാൾക്കും കേൾക്കേണ്ടി വരികയില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അങ്ങനെ ഒന്നുമില്ലാത്ത ലോകമാണ് സ്വർഗലോകം. ഫീഹാ ഐനുൻ ജാരിയ, അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഐനുൻ എന്ന് പറഞ്ഞാൽ ഒരു അരുവി എന്നുള്ളതല്ല, മറിച്ച് ആ ഇനത്തെക്കുറിച്ച്, ആ ജിൻസിനെ കുറിച്ച് പറയുകയാണ്. അതല്ല എങ്കിൽ സ്വർഗത്തിൽ ഒരുപാട് അരുവികളുണ്ട് എന്നുള്ളത് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു മുഹമ്മദിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഫീഹാ അൻഹാറും മിൻ മാഇൻ
غير آس وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. 4 തരം നദികളെ കുറിച്ച് പറയുക. ഫിഹ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, യാതൊരു പകർച്ചയുമില്ലാത്ത ശുദ്ധമായ വെള്ളം, അതിൻ്റെ പുഴ അവിടെയുണ്ട്. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, ശുദ്ധമായ പാലുണ്ട്, അതിൻ്റെ രുചിക്ക് ഒരു പകർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, അവിടെ മദ്യപ്പുഴയുണ്ട്, അത് കുടിക്കുന്ന ആളുകൾക്ക് ലസ്സത്ത് ഉണ്ടാക്കുന്ന ആസ്വാദ്യകരമായിട്ടുള്ളതാണ്. കൈപ്പേറിയതോ ബുദ്ധിമുട്ടുള്ളതോ അതുപോലെ ലഹരി ഉണ്ടാക്കിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതോ അല്ല, മറിച്ച് ആസ്വദിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം ആസ്വാദനം നൽകുന്ന ഖംറാണ് അവിടെ ഉള്ളത്, കള്ളാണ് അവിടെ ഉള്ളത്. അൻഹാറു മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിൻ്റെ അരുവികളും അവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അരുവികൾ അവിടെയുണ്ട്. ഫിഹ ഐനുൻ ജാരിയ, ആ അരുവികളെ കുറിച്ച് അല്ലാഹു തആല തന്നെ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ അരുവികൾക്ക് പ്രത്യേക കെട്ടുകളൊന്നുമില്ല, ആ അരുവികൾക്ക് മറ്റ് കെട്ടുകളൊന്നുമില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് നൂനിയയിൽ പറഞ്ഞത് കാണാം, സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന സമയത്ത്, അൻഹാറുഹാ ഫീ ഗൈരി ഉഖ്ദൂദിൻ ജറത് സുബ്ഹാന മുംസികുഹാ അനിൽ ഫൈളാനി. ആ സ്വർഗത്തിൻ്റെ അൻഹാറുകൾ, നദികൾ എന്ന് പറയുന്നത് ഫി ഗൈരി ഉഖ്ദൂദിൻ ജറത്, ദുനിയാവിലൊക്കെ ഉള്ളതുപോലെ ഒരു വലിയ കിടങ്ങിൻ അല്ലെ ഒരു കുഴിയിലാണ് ദുനിയാവിലെ എല്ലാ ജലാശയങ്ങളും ഉണ്ടാകുക, ഭൂമിയുടെ നിരപ്പിലായിരിക്കില്ല, താഴേക്കാണ് ഉണ്ടാവുക. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ കിടങ്ങുകളില്ല, അല്ലെങ്കിൽ കുഴികളില്ല, എല്ലാം സമനിരപ്പാണ്. അവിടെ തന്നെ ഉണ്ടാകും നദികൾ. സുബ്ഹാന മുംസികുഹാ അനിൽ ഫൈളാനി, അത് കവിഞ്ഞൊഴുകാതെ അതിനെ പിടിച്ചു വെച്ച റബ്ബ് എത്ര വലിയ പരിശുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം അതാണ് സ്വർഗത്തിലെ നദികൾ എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ ഉണ്ടാകും. അത് ഇങ്ങോട്ടേക്ക് വരികയില്ല, എന്നാൽ അതൊരു കുഴിയിലുമല്ല. ആ രൂപത്തിൽ മനോഹരമായ അതിൻ്റെ പൂർണ്ണമായ കാഴ്ചകൾ ആളുകൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടുത്തെ നദിയുടെ പ്രത്യേകത. ഫിഹ സുറുറും മർഫൂഅ, പിന്നീട് പറയുന്നു അതിൽ ഉയർത്തി വെക്കപ്പെട്ട മേൽത്തരം കട്ടിലുകൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകൾ അവിടെയുണ്ട്, ആളുകൾക്ക് വിശ്രമിക്കാൻ, ആളുകൾക്ക് ആസ്വദിക്കാൻ അതിനുള്ള കട്ടിലുകൾ, ആസ്വാദനത്തിൻ്റെ ഇരുത്തം അവർക്ക് ഒരുക്കുന്നത് അത്തരം കട്ടിലുകളിലാണ്. വഅക്വാബും മൗദൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ അവർക്കുണ്ട്, അവർക്ക് പാനീയങ്ങൾ, അവർക്ക് ഈ നദിയിൽ നിന്നുള്ള, ഈ പുഴയിൽ നിന്നുള്ള പാനീയങ്ങൾ സേവിക്കാൻ അവർക്ക് തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ അവർക്കുണ്ട്. ആ കോപ്പകളിൽ നിന്നും അവർക്ക് കോരി പാനീയങ്ങൾ നൽകുന്നത് അതിന് സേവകരായ ബാലന്മാരവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. വനമാരിഖു മസ്ഫൂഫ, അതേപോലെ തന്നെ അണിയണിയായി വെക്കപ്പെട്ട തലയിണകൾ അവിടെയുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയാൻ, ആ തലയിണകൾ കാണുന്നത് തന്നെ ആസ്വാദ്യകരമായ രംഗമാണ്. അതിലേക്ക് ഒരാൾ ആസ്വദിച്ചുകൊണ്ട് കിടക്കുക, അതിലേക്ക് ആസ്വദിച്ചുകൊണ്ട് വിശ്രമിക്കുക എന്ന് പറയുന്നത് അതിനപ്പുറം സുഖം ലഭിക്കുന്ന കാര്യമായിരിക്കും. വസറാബിയു മബ്സൂസ, വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളും അവർക്കുണ്ട് എന്നാണ്. സാധാരണ പരവതാനികളെക്കാളും മേൽത്തരം പരവതാനികൾക്കാണ് സറാബി എന്ന് പറയുന്നത്. മേൽത്തരം പരവതാനികളാണ്. അതെല്ലായിടത്തും ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെല്ലാം മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ ഓരോ രംഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സ്വർഗത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിശേഷിപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകുന്നതിന് വേണ്ടിയിട്ടാണ്. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന പ്രയാസങ്ങൾ അതൊരു പ്രയാസമേ അല്ല. ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ലഭിക്കുന്ന ഒരു പ്രയാസങ്ങൾ ഒരു പ്രയാസമേ അല്ല എന്ന് മനസ്സിലാക്കി പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതുപോലെ എന്നല്ല, ഈ പറയുന്നതിനേക്കാൾ മനോഹരമായിരിക്കും. നമുക്ക് തലയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില പേരുകൾ പറഞ്ഞത്. അരുവികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം അതിനുണ്ട്. കോപ്പകൾ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം നമുക്കുണ്ട്. അതുപോലെ മേൽത്തരം കട്ടിലകൾ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം നമുക്കുണ്ട്. അതുപോലെ തലയിണകൾ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ ഹഖീഖത്ത് അങ്ങനെയല്ല. മഹാനബി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലൈസ ഫിൽ ജന്നതി മിമ്മാ ഫിദ് ദുനിയ ഇല്ലൽ അസ്മാഉ ഫഖത്ത്. ദുനിയാവിൽ ലൈസ ഫിൽ ആഖിറ, ആഖിറത്തിലില്ല മിമ്മാ ഫിദ് ദുനിയ, ദുനിയാവിലുള്ള വസ്തുക്കളിൽ ഇല്ലൽ അസ്മാഉ ഫഖത്ത്, പേരിനല്ലാതെ. അത് ഈ പറയുന്ന കാര്യമല്ല അവിടെ ഉള്ളത്. അവിടെ മേൽത്തരം ഇനങ്ങളായിരിക്കും. പേരിന് പറയാണ് അത് കോപ്പയാണ്, പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള കോപ്പകളല്ല, മേൽത്തരം കോപ്പകളാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമുക്ക് മറച്ചു വെക്കപ്പെട്ട ഉഖ്ഫിയ മിൻ ഖുറത്തി അയുൻ അല്ലാഹു തആല പറഞ്ഞതുപോലെയുള്ള നമ്മുടെ കണ്ണിന് ആനന്ദമേകുന്ന കാഴ്ചകളാണ് ആ സ്വർഗത്തിലുള്ള ഓരോന്നും നൽകുന്നത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അവസാന ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ് ചോദിക്കുകയാണ്. ആ ഭാഗം കൂടി നമുക്ക് ഓതി പാരായണം ചെയ്തിട്ട് ഇതിൻ്റെ വിശദീകരണം പൂർത്തിയാക്കാം.
أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുണ്ടാകുന്ന രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അന്നേ ദിവസം പേടിച്ച് വിരണ്ടുകൊണ്ട് നരകത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന, ആ നരകത്തിലുള്ള ഭയാനകമായ ഓരോ ശിക്ഷാമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം. അതുപോലെ ഇപ്പുറത്ത് സ്വർഗീയ ആസ്വാദനങ്ങൾ ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിഭാഗം. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നുകൂടി റബ്ബിനെ നിഷേധിക്കുന്ന ആളുകളോട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകളോട് ചിന്തിച്ചു മനസ്സിലാക്കാൻ, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ നോക്കുന്നില്ലേ, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, അതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്, അതല്ലെങ്കിൽ ആ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നവർക്ക് നോക്കാൻ സാധിക്കുന്നില്ലേ? വ ഇല സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് അള്ളാഹു തആല ഉയർത്തി വച്ചിരിക്കുന്നതെന്ന്? വ ഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? വ ഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് അള്ളാഹു തആല പരത്തി വച്ചിരിക്കുന്നതെന്ന്? സഹോദരങ്ങളെ, 4 കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമതായി പറഞ്ഞത് ഒട്ടകത്തിൻ്റെ വിഷയമാണ്. ഒട്ടകം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള അറബ്യൻ വംശജർക്ക്, പ്രത്യേകിച്ചും അറബികൾക്ക് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും പരിചിതമായ അള്ളാഹുവിൻ്റെ മഹത്തരമായ ദൃഷ്ടാന്തം ഉൾക്കൊള്ളുന്ന ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടകം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, നിസ്സാരമായ ചില വെള്ളവും അതിൻ്റെ ഭക്ഷണവും കൊടുത്താൽ ഒട്ടകത്തിൽ നിന്നും അന്നത്തെ അറബികൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അവർക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഒട്ടകങ്ങളെയാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് നടന്നു പോകുക എന്നുള്ളത് വളരെ ക്ലേശം പിടിച്ച പണിയാണ്. കാരണം മരുഭൂമിയാണ്, ചുട്ടുകൊള്ളുന്ന മരുഭൂമിയാണ്, അത് നടക്കാൻ സാധിക്കുകയില്ല. ഇനി നടക്കാൻ ഒരാൾ പരിശ്രമിച്ചാൽ പോലും അധികം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ഇത്രയും നടന്നാൽ അത്രയും വെള്ളം കുടിക്കേണ്ടി വരും, അത്രയും ഭക്ഷണം കഴിക്കേണ്ടി വരും. അല്ലാതെ അവർക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതിനുവേണ്ട വെള്ളവും ഭക്ഷണമൊക്കെ ഒരാൾ കരുതുകയാണെങ്കിൽ അവർക്ക് യാത്ര വളരെ പ്രയാസകരമായി തീരും. അങ്ങനെ അവർക്ക് യാത്രാ സൗകര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ജലാശയങ്ങൾ പോലെയുള്ള മരുഭൂമികൾ താണ്ടിക്കടക്കാൻ ഈ മൃഗത്തെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഈ മൃഗത്തിന് മുകളിൽ അവർ ഭാരിച്ച വസ്തുക്കളുമായി അവരും കയറിക്കൂടുകയാണ്. അതിനുവേണ്ടി ആ മൃഗം മുട്ടുകുത്തി കൊടുക്കുകയാണ്. അത് മുട്ടുകുത്തിയിട്ടില്ല എങ്കിൽ അതിലേക്ക് കയറാൻ പ്രയാസമാണ്. അത് മുട്ടുകുത്തി കൊടുക്കുകയാണ്. ആളുകൾ കയറിയതിനു ശേഷം അത് വളരെ ശക്തിയോടുകൂടി എഴുന്നേൽക്കുകയാണ്. മറ്റു പല മൃഗങ്ങൾക്കും അതിന് സാധിക്കുകയില്ല. മുട്ടുകുത്തിയിട്ട് ആളുകൾ കയറിയാൽ പിന്നീട് ഉയരുക എന്നുള്ളത് മറ്റു പല മൃഗങ്ങൾക്കും സാധിക്കാത്തതാണ്. ഒട്ടകത്തിന് അത് സാധിക്കുന്നുണ്ട്. ആ നിലക്ക് ഒട്ടകത്തിൻ്റെ പാൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ അറുത്ത് കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിക്കാനുള്ള ഇറച്ചി അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലാ നിലക്കും അവർക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ദൃഷ്ടാന്തമായി അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഒട്ടകത്തെ കുറിച്ചുള്ള പഠനങ്ങൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഇത് ഏതൊരാൾക്കും അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഉപകാരങ്ങൾ മാത്രമാണ്. പിന്നീട് ഒട്ടകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കണ്ണിൻ്റെ അത്ഭുതത്തെക്കുറിച്ച്, അതിൻ്റെ കാലിൻ്റെ അത്ഭുതത്തെക്കുറിച്ച്, അതിൻ്റെ ശരീരത്തിൽ അത് വെള്ളം നിറച്ചു വെക്കുന്ന അതിൻ്റെ ആമാശയത്തെക്കുറിച്ച്, ഒരുപാട് ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ദൃഷ്ടാന്തം ഒരാൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ല. ഇതിൻ്റെ പിന്നിൽ ഇതിനെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട് എങ്കിൽ ആ റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. ആ റബ്ബിൻ്റെ റസൂലുമാരെ, ആ റബ്ബിൻ്റെ ദൂതന്മാരെ അനുസരിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണത്. അല്ലാഹു തആല ആദ്യമായി പറഞ്ഞത്
ഒട്ടകത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്ന, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച്. പിന്നീട് പറയുന്നു വഇല സ്സമാഇ കൈഫ റുഫിഅത്. അവിടെയും അല്ലാഹു തആല പറയുന്നത് എല്ലാവർക്കും എവിടെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കുന്ന ആകാശത്തെക്കുറിച്ചാണ്. ആ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കൂ. എത്ര ഭാരിച്ചതാണ് ആകാശം! കാരണം ചില്ലറ വലിപ്പമല്ല, ഭൂമിയെ മുഴുവൻ അവൻ കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ആകാശത്തെ കാണുന്നുണ്ട്. അതിലാണ് സൂര്യനും നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനും മറ്റ് എല്ലാ കാര്യങ്ങളും അവിടെയാണുള്ളത്. ആ ആകാശം ഇത് യാതൊരു തരത്തിലുള്ള തൂണുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിധാനിച്ചിരിക്കുകയാണ്. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങൾ കാണുകയുള്ള ഒരു തൂണുകളുമില്ലാതെ അല്ലാഹു തആല ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു തുള പോലും അവന് കാണാൻ സാധിക്കുകയില്ല. നൂറ്റാണ്ടുകളായി, 10,000 കണക്കിന് വർഷങ്ങളായി അത് തുടർന്നു പോകുന്നുണ്ട്. അതിന് യാതൊരു കുഴപ്പവും അതിൽ സംഭവിച്ചിട്ടില്ല. മനുഷ്യനുണ്ടാക്കുന്ന നിർമ്മിതികളൊക്കെ എവിടെ പോകുന്നു? അതെല്ലാം എങ്ങനെ നശിച്ചു പോകുന്നു? എന്നാൽ ഈ ആകാശത്തിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അതിനൊന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാണുകയുള്ള ഒരു തൂണുകൾ പോലും അതിലില്ല. അല്ലാഹു തആല അതിനെ ഉയർത്തിയിട്ടുണ്ട്. ആ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആ ആകാശത്തിലുള്ള സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അതിലുണ്ടാകുന്ന മാറി മാറി വരുന്ന രാപ്പകലുകളെക്കുറിച്ചും ചിന്തിക്കൂ എന്നുള്ള നിർദ്ദേശം സഹോദരങ്ങളെ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇലൽ ജിബാലി കൈഫ നുസിബത്. അറബികൾ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. മലകൾ അവർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ചുറ്റും മലകളാണ്. മക്കയുടെയും മദീനയുടെയും പ്രദേശങ്ങളിലെല്ലാം മലകൾ തന്നെയാണ്. ആ മലകളെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അതിനെ നാട്ടി നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ആ മല വലിയ അത്ഭുതമാണ്. മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളകിപ്പോകാതെ പിടിച്ചു നിർത്തുന്നത് ആണികളായി നിശ്ചയിച്ചിട്ടുള്ള ഈ മലകൾ മുഖേനയാണ്. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ മലകൾ അല്ലാഹു തആല ഭൂമിയിൽ നാട്ടിയിട്ടുള്ളത് അൻ തമീദ ബിക്കും, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലകളെക്കുറിച്ചുള്ള പഠനവും ഒരുപാട് പോയിട്ടുണ്ട്. ആ മലകൾ നമ്മൾ കാണുന്നതിന് എത്രയാണോ നമ്മൾ കാണുന്നത് അത്രയും അതിൻ്റെ വലിപ്പം ഭൂമിക്കടിയിലേക്കുമുണ്ട് എന്നുള്ളതാണ്. അഥവാ ആണിയിൽ അടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളകിപ്പോകാതിരിക്കാൻ ആ ഭൂമിയെ നാട്ടിയതുപോലെയാണ്. ഒരു വലിയൊരു ഖൈമ അതിന് ആണി അടിച്ച് ഇളകിപ്പോകാതെ എങ്ങനെയാണോ നാട്ടി നിർത്തിയത് അതിനേക്കാൾ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ഇളകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി പർവ്വതങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നാട്ടി നിർത്തിയിട്ടുണ്ട്. ആ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഭൂമിയെക്കുറിച്ചാണ്. വഇലൽ അർളി കൈഫ സുതിഹത്. ഭൂമി ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലാഹു തആല എങ്ങനെയാണ് അത് പരത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയിൽ വാസയോഗ്യമാണ്. അതൊരിക്കലും തന്നെ എല്ലാ സ്ഥലത്തും മലകൾ പോലെ പ്രയാസമുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് വീട് വെക്കാൻ സാധിക്കുമായിരുന്നില്ല. അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗം മുഴുവനും ചെളിയായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് നടന്നു പോകാൻ സാധിക്കുമായിരുന്നില്ല, കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. മറിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ പാകത്തിലുള്ള ഭൂമിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത് എന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ചില ആളുകൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി പരന്നതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ആയത്തിൽ അങ്ങനെ ഒന്നും ലഭിക്കുകയില്ല. കാരണം സുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തിയിരിക്കുന്നത് സഹോദരങ്ങളെ മനുഷ്യന് വാസയോഗ്യമാകുന്ന രൂപത്തിലാണ്. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെക്കുറിച്ച് അത് പ്രത്യേകം എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അത് ഭൂമി പരത്തിയിട്ടാണോ അതല്ല ഗോള രൂപത്തിലാണോ എന്ന് വ്യക്തമായി പറയുന്ന തെളിവുകളില്ല. എന്നാലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് സൂറത്തു സുമറിലെ യുകവ്വിറു ലൈല അലൻ നാർ വയുകവ്വിറു ലൈല അലൻ നഹാർ വയുകവ്വിറു നഹാറ അലൽ ലൈൽ. രാത്രി പകലിനെ ചുറ്റിപ്പൊതുകയും പകൽ രാത്രിയെ ചുറ്റിപ്പൊതുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭൂമി ഒരു ഗോളാകൃതിയിലാണ് എന്നതാണ് അത് മനസ്സിലാക്കി തരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ ഇൻശിഖാഖിൽ അല്ലാഹു തആല ഭൂമിയെ വഇദൽ അർദു മുദ്ദത്, ഭൂമിയെ പരത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അത് പരലോകത്തിന്റെ സമയത്താണ്. കാരണം അവിടെ പറഞ്ഞത് ഇദ സമാഉൻ ഷഖ്ഖത്, ആകാശം അത് പൊട്ടിപ്പിളരുമ്പോൾ എന്നുള്ളതാണ്. അത് പരലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അന്നേരം ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ പ്രതലമായി മാറ്റുന്നതാണ്. അതിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ആ പ്രതലത്തിൽ മഹ്ശറയുടെ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതല്ലാതെ അതൊരിക്കലും ഭൂമി പരന്നതാണ് എന്ന് അറിയിക്കുന്നില്ല എന്നാണ്. അതുപോലെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഭൂമി പരന്നതല്ല, അത് ഗോളാകൃതിയിൽ ആണ് എന്നുള്ളത് അദ്ദേഹം പറയാൻ. കാരണം നമ്മൾ ഒരു ഭാഗത്ത് നിന്നും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതേ ഭാഗത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നുണ്ട്. അത് ഗോളാകൃതിയിലായതുകൊണ്ടാണ്. പരന്ന സ്ഥലമാണെങ്കിൽ അത് സംഭവിക്കുകയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ അത് വലിയൊരു തർക്ക വിഷയമായി കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാ നിലക്ക് സൃഷ്ടിച്ചു എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത്തരം ദൃഷ്ടാന്തങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറയുന്നു, ഫദക്കിർ, അതിനാൽ നബിയെ താങ്കൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ഇന്നമ അൻത മുദക്കിർ, തീർച്ചയായും താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു എന്നാണ് പറഞ്ഞത്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ താങ്കൾക്ക് അധികാരം യാതൊരു അവകാശവുമില്ല, അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല, താങ്കൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഓരോരുത്തരുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഫദക്കിർ, ഈ പറയുന്ന ആശയങ്ങളിലേക്ക് ദീനിലേക്ക് വരാത്ത ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഉത്ബോധനം എല്ലാ ആളുകൾക്കും ഫലപ്രദമായി വരികയില്ല. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അല്ലാഹു തആല പറഞ്ഞല്ലോ മുഅ്മിനീങ്ങൾക്കാണ് ഉപദേശങ്ങൾ അത് ഉപകരിക്കുക. അതുകൊണ്ട് നീ ഉപദേശിച്ചു കൊള്ളുക. അവർ അത് സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ലേ എന്നത് നീ നോക്കേണ്ടതില്ല. കാരണം ഇന്നമ അൻത മുദക്കിർ, നീ ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്, ആളുകളെ ദഅവത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അവരെ സന്മാർഗത്തിലേക്ക് നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല, നീ കേവലം വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സന്മാർഗം നൽകുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം അതല്ല എങ്കിൽ മനുഷ്യൻ ഒരുപാട് ഉപദേശിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസം അവനുണ്ടാകും. ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് ആളുകൾ വരാത്തത്, ഞാൻ ഒരുപാട് ആളുകളെ ക്ഷണിച്ചു, ഒരുപാട് പറഞ്ഞു നോക്കി. അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവരെന്താണ് ഇസ്ലാം സ്വീകരിക്കാത്തത്, അവരെന്താണ് സത്യത്തിന്റെ വഴിയിലേക്ക് വരാത്തത് എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ നീ നിന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്നവനായേക്കാം, അത്രയും പ്രയാസം നിനക്ക് വരും. ഒരു ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന രൂപത്തിലുള്ള പ്രയാസം ഒരു പക്ഷെ നിനക്ക് ഉണ്ടായേക്കും, നീ അങ്ങനെ ചെയ്യേണ്ടതില്ല. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ ചില ആളുകൾ അങ്ങനെയാണ്. എത്ര തന്നെ സത്യം പറഞ്ഞു കൊടുത്താലും എത്ര തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താലും അവർക്കത് വരാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അവർക്ക് ഹിദായത്തിനുള്ള യോഗ്യത അവരുടെ കൽബുകൾക്കോ ശരീരത്തിനോ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹിദായത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ട യാതൊരു ബാധ്യതയുമില്ല. കാരണം അധികാരം ചെലുത്തിക്കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് നമുക്കൊരാളെയും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു ഹക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അല്ലെ, ഒരു കാഫിറിനെ നിർബന്ധിച്ചുകൊണ്ട് നീ മുസ്ലിം ആയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ല ഉപകാരം ഉണ്ടാവും? ഭൂമിയിൽ തന്നെ ഒരു പക്ഷേ മുസ്ലിമായി പരിഗണിക്കണം, അതാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ ഹൃദയത്തിൽ അള്ളാഹുള്ള വിശ്വാസമില്ലാതെ അവൻ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും പരലോകത്ത് ലഭിക്കുകയില്ല. അങ്ങനെ ലഭിക്കുമായിരുന്നെങ്കിൽ മുനാഫിക്കുകൾക്ക് ലഭിക്കണമായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മസ്ജിദിൽ വന്ന് നിസ്കരിക്കുമായിരുന്നു, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമായിരുന്നു. പക്ഷെ ഉപകരിച്ചിട്ടില്ല. കാരണം അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായുള്ളൂ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ട് അത് നാവ് കൊണ്ട് പറയുന്നവന് മാത്രമാണ് അത് പരലോകത്ത് ഉപകരിക്കുക. അത് വിശ്വസിക്കാതെ പറയുന്നവന് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ഉപകാരവുമില്ലാത്ത പണി നമ്മളെ ഏൽപ്പിച്ചിട്ടുമില്ല. ആ നിലക്ക് അധികാരം ചെലുത്തി ഒരാളെയും സഹോദരങ്ങളെ നമുക്ക് ദീനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. മറിച്ച് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇതാണ് ഹക്ക്, ഇതാണ് ബാത്തിൽ. ഈ ഹക്കിൽ സ്വീകരിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ബാത്തിലിൻ്റെ മാർഗത്തിലേക്ക് നീ പോയാൽ കാലാകാലം കത്തിയാളുന്ന നരകത്തിൽ കഴിയേണ്ടി വരും എന്ന കാര്യം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അല്ലാഹു തആല പറയുന്നത് ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല, നീ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ ഇല്ലാ മൻ തവല്ല വകഫർ, എന്നാൽ വല്ലവനും തിരിഞ്ഞു കളയുകയും കുഫറിൽ അകപ്പെടുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം, കാര്യമൊന്നും വിശ്വസിക്കുന്നില്ല, അവൻ കാഫിറായി തുടരുകയാണ്, തിരിഞ്ഞു കളയാൻ, സത്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അള്ളാഹു അവൻ ഏറ്റവും വലിയ ശിക്ഷ അത് നൽകുന്നതായിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലു അൻഹും വലാ തവല്ലു അൻഹു വഅൻതും തസ്മഊൻ. അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിനെയും അനുസരിക്കുക. വലാ തവല്ലു അൻഹു, അദ്ദേഹത്തെ തൊട്ട് പിന്തിരിഞ്ഞു കളയാൻ പാടില്ല. വഅൻതും തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലാ തകൂനു കല്ലദീന ഖാലു സമഅനാ വഹും ലാ യസ്മഊൻ, നിങ്ങൾ ഒരു ഭാഗത്തെ പോലെ ആകരുത്, അവർ കേൾക്കുന്നു ഖാലു സമഅനാ വഹും ലാ യസ്മഊൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നില്ല. അഥവാ യഥാർത്ഥത്തിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉപകാരം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെയുള്ള ആളുകളാണ് ഇല്ലാ മൻ തവല്ല വകഫർ എന്ന് പറയുന്നത്. അഥവാ തിരിഞ്ഞു കളയുകയും അവിശ്വസിച്ചു കളയുകയും ചെയ്യുന്ന ആളുകൾ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതായത് ദുനിയാവിൽ തന്നെ അവർക്ക് ഒരുപാട് ശിക്ഷകളും നിന്ദകളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് ഇത്തരം കാഫിറുകൾക്ക്.
എന്നാൽ അത് ദുനിയാവിൽ നൽകുന്ന ആ ശിക്ഷകളും പ്രയാസങ്ങളും ഒന്നും തന്നെ പരലോകത്തെ പ്രയാസങ്ങൾ വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, കഠിനമായ വേദനയേറിയ ശിക്ഷ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്ക് നൽകും. ഇന്ന ഇലൈനാ ഇയാബഹും, അല്ലാഹു തആല പറയാൻ, തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. അവർ മടങ്ങേണ്ടത് നമ്മുടെ അടുത്തേക്കാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടേണ്ടവരാണ്. നമ്മളിൽ ഒരാൾ പോലും അള്ളാഹുവിനോട് നേർക്ക് നേരെ കണ്ടുമുട്ടി സംസാരിക്കാത്തവരായി ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, നിങ്ങളിൽ ഒരാളുമില്ല അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനായിക്കൊണ്ടല്ലാതെ. ലൈസ ബൈനഹു ബൈനഹു തുർജുമാൻ, അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു പരിഭാഷകന്റെ ആവശ്യമില്ല. ജനങ്ങൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരു പരിഭാഷകന് അവൻ ആവശ്യമില്ല. അവൻ നേർക്കുനേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് സംസാരിക്കുമെന്നുള്ളതാണ്. ഫയൻദുർ ഐമന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും, അവൻ ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ അവനൊന്നും കാണാൻ സാധിക്കുകയില്ല. വയൻദുർ അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, അവൻ ഭൂമിയിൽ ചെയ്തു വെച്ച കാര്യങ്ങളെ, അവൻ്റെ അമലുകളെ അവിടെ ഉണ്ടാവുകയുള്ളൂ. വയൻദുർ തിൽഖാ വജ്ഹി ഫലാ യറാ ഇല്ല അന്നാർ, അവൻ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് നരകമല്ലാതെ അവന് മറ്റൊന്നും കാണാൻ സാധിക്കുകയില്ല. ഫത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറ, അതുകൊണ്ട് ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതാണ്. അതാണ് ഇന്ന ഇലൈനാ ഇയാബഹും, നിങ്ങളിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ അതാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നീട് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബാധ്യതയാണ് ഓരോരുത്തരുടെയും വിചാരണ എന്ന് പറയുന്നത്. അള്ളാഹു ഓരോരുത്തരെയും വിചാരണ ചെയ്യുമെന്നുള്ളതാണ്. ആരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യമായി വിചാരണ ചെയ്യുന്നത്? അവൻ നശിച്ചതു തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരണ എന്ന് പറയുന്നത് അത് ഒരു നോട്ടം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊന്നും ചോദിക്കുന്നില്ല, അവരോട് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളില്ല. എന്നാൽ മൻ നൂഖിഷ അൽ ഹിസാബു ഹലക്, ആരെങ്കിലുമൊക്കെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നശിച്ചതു തന്നെ എന്നാണ്. അതല്ലാത്ത ആളുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അവൻ്റെ ശിക്ഷകളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഖദ് സതർതുഹാ അലൈക ഫി ദുനിയ, ദുനിയാവിൽ നിനക്കിതെല്ലാം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, പരലോകത്ത് ഇതാ ഇന്നേ ദിവസം നിനക്കിതാ ഇതെല്ലാം അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു, ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്ത് പ്രത്യേകമായ വിചാരണകളില്ല. കാരണം കാഫിറുകൾക്ക് അമലുകളൊന്നുമില്ല, സൽക്കർമ്മങ്ങളൊന്നുമില്ല, അവർക്ക് ദുഷ്കർമ്മങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് കാഫിറുകളോട് പറയപ്പെടുന്നത് ഹൗലാ ഇല്ലദീന കദബു അലാ റബ്ബിഹിം, ഇക്കൂട്ടർ ഭൂമിയിൽ അല്ലാഹുവിനെ നിഷേധിച്ച് തള്ളിയ ആളുകളാണ്. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളായ കാഫിറുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപം എന്നാണ് അവർക്ക് പറയപ്പെടുകയുള്ളൂ. അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. എന്നാൽ അല്ലാഹു വിശ്വസിച്ച ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ പരിശോധിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ പരിശോധിക്കും, അവരുടെ കർമ്മങ്ങൾ മുഴുവൻ പരിശോധിച്ച്, അതുപോലെ തിന്മകളും നന്മകളും ഒക്കെ പരിശോധിച്ച് അത് കൃത്യമായി മീസാനിൽ തൂക്കി നോക്കി റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് തുലാസാണോ ഭാരം തൂങ്ങിയിട്ടുള്ളത് അക്കൂട്ടർക്ക് വലത് കൈയിൽ ഗ്രന്ഥം നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർക്കാണോ അവരുടെ സൽക്കർമ്മങ്ങളിൽ ഭാരം കുറഞ്ഞു പോയിട്ടുള്ളത് അവർക്ക് ഇടത് കൈയിൽ പുറകിലൂടെ അവരുടെ കിതാബ് നൽകപ്പെടും. ഇതൊക്കെ നമ്മൾ മറ്റ് സൂറത്തുകളിൽ നിന്നും സഹോദരങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവസാനത്ത് നരകത്തിനെ കുറിച്ചുള്ള ഭയാനകത പറഞ്ഞതിന് ശേഷം, സ്വർഗത്തിൻ്റെ മനോഹരമായ വിവരണം പറഞ്ഞതിന് ശേഷം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി റബ്ബിലേക്ക് മടങ്ങേണ്ട പ്രാധാന്യം പറഞ്ഞതിന് ശേഷം പറയാം, ആളുകളോട് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, അവർ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ, അങ്ങനെ സ്വീകരിക്കാതെ വല്ലവരും നിഷേധിച്ച് തിരിഞ്ഞു കളയുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് നാളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. സ്വർഗ്ഗ നരകത്തിനെ കുറിച്ചിട്ടുള്ള വിശേഷണം കേൾക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ അത് നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ, ഫർദിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ ഇത്തരം ആയത്തുകൾ, ഇത്തരം ഉപദേശങ്ങൾ സഹോദരങ്ങളെ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. അതുപോലെ നരകത്തിൻ്റെ ഭയാനകത കേൾക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം പാലിക്കാൻ, അതുപോലെ അവൻ്റെ വിലക്കുകളിൽ നിന്നെല്ലാം, ഹറാമുകളിൽ നിന്നെല്ലാം ബഹുദൂരം മാറി നിൽക്കാനും നമുക്ക് അത് ഉപകരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യമെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.